നിങ്ങളിൽ ഇന്നലെ എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയില്ല. കിച്ചണിലെ പ്രശ്നങ്ങൾക്കും വഴക്കിനും ശേഷം വളരെ ഇമോഷണലായി കരഞ്ഞുകൊണ്ട് അനുമോൾ പുറത്തിരുന്ന് അനീഷിനോട് സംസാരിക്കുന്നുണ്ട്. തിരിച്ച് ഒരു വാക്കുപോലും അനുമോളോട് സംസാരിക്കാതെ അനുമോളുടെ വിഷമങ്ങളും ഇമോഷൻസും അനീഷ് എന്ന മനുഷ്യൻ കേട്ടിരിക്കുന്നുമുണ്ട്. അത് കണ്ടു നിന്ന ആദില ഷാനവാസിനോടും നൂറയോടുമായി ഒരു കാര്യം പറയുന്നുണ്ട്. ദേ കണ്ടില്ലേ, അവളതാ നാടകവുമായി പുറത്ത് അനീഷിൻ്റെ അടുത്ത് പോയിരുന്ന് കരയുന്നു. എന്തൊക്കെയോ അവൾ അയാളോട് പറയുന്നുണ്ട്. അയാളാണെങ്കിൽ ഒരു മരപ്പാവയെ പോലെ ഒരു അക്ഷരം പോലും മിണ്ടാതെ അതൊക്കെ അങ്ങനെ കേട്ടിരിക്കുന്നു. ആ, അവൾക്ക് അങ്ങനെയുള്ള ആളെയാണ് വേണ്ടത്. പക്ഷേ ആദിലയ്ക്ക് ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് എങ്ങനെ ആയിരിക്കണം എന്നത് ഇതേവരെ മനസ്സിലാവാത്തത് അനീഷിൻ്റെ തെറ്റല്ല. അനുമോടെ ഭാഗത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നല്ലല്ല ഇവിടെ കാര്യം. ഒരു സ്ത്രീക്ക് മുന്നിൽ അവളുടെ വിഷമങ്ങളും പരിഭവങ്ങളും ഇമോഷൻസും കേട്ടിരിക്കുന്ന നല്ലൊരു കേൾവിക്കാരനാകുന്നതാണ് സ്ത്രീകൾക്ക് മുന്നിലെ ഒരു പുരുഷൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. അനുമോൾ പറഞ്ഞ പോലെ ആ പാവം അനീഷ് മാത്രമേ എന്നെ കിച്ചണിൽ സഹായിക്കാനുണ്ടായിരുന്നുള്ളൂ. അനീഷ് എന്ന എഴുത്തുകാരനായ കർഷകൻ നമ്മൾ പ്രേക്ഷകർക്കും ഒരു പാഠപുസ്തകമാവുന്നത് ഇങ്ങനെയൊക്കെയാണ്.